പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാടു 35 ലക്ഷം രൂപ വാങ്ങിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി. ഒറ്റ വാക്ക്, ഒരു 12 കോടിക്ക് നിങ്ങൾ എനിക്ക് തരൂ. നിങ്ങളെപ്പോലെ ഒരാട് ചോദിച്ച എങ്ങനെയെന്നോ പറയാ. ടാസ്മാക് കേസിൽ ഇഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ അവരുടെ പേര് വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. കയാടു 35 ലക്ഷം രൂപ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ താരം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന. ഒഴിവു സമയം കിട്ടാറില്ല. ടാസ്മാക് അഴിമതിയുമായി ബന്ധപ്പെട്ട് നടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണം. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എവിടെയോ ഒന്ന് കണ്ടു മറന്ന പോലെ ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാനും പങ്കെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം.